100% ഉറപ്പോടുകൂടി ഞാൻ പറയണേ, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ച് മറിഞ്ഞ് വീട്ടിൽ വരാൻ നേരത്ത് കുറേ നേരത്തേക്ക് ഈ ഒരു സിനിമ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പഴയ നിവിൻ പോളി എന്നുള്ള ഒരു ലേബലിലല്ല, പുതിയ നിവിൻ പോളിയാണ്. കാരണം താഴേക്ക് വലിയൊരു ഇറക്കത്തിലേക്ക് പോയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് സർവ്വമായയിലൂടെ തിരിച്ചു വന്നൊരു നിവിൻ പോളി. ഇപ്പം പുള്ളി ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇട്ടിട്ട് വലിയ സ്പീഡിൽ പോണേണ്. ഇനി ഇതിൻ്റെ മുകളിൽ ക്ലാഷ് വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. കാരണം ഓണം തൂക്കാനല്ല പുള്ളി ഇപ്പോൾ വന്നേക്കുന്നത്, ഈ ഒരു വർഷം തന്നെ പുള്ളി തൂക്കിയിടുന്ന ഈ സിനിമയെ കൂടി അത്രയധികം ഫീൽ ഗുഡിൽ അത്രയധികം ചിരിച്ച് കണ്ടൊരു സിനിമ, കുറേ നാൾക്ക് ശേഷം ഇത്രയും ചിരിച്ച് കണ്ടൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമ അതിനെപ്പറ്റി റിവ്യൂ പറയുന്നതിലുപരി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെടാത്ത സിനിമകളുടെ കാരണങ്ങളും പറയും. നിങ്ങളോട് 100% വിശ്വാസത്തിൽ പറയണതാണ്, ഈ ഒരു സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയി കാണാം, ശരിച്ചും അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ പഴയ നിവിൻ പോളിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, പുതിയ നിവിൻ പോളിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സേഫായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഗിരീഷ് ഏടി എന്ന് പറഞ്ഞ സംവിധായകൻ, തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, അയം കാതലൻ, സൂപ്പർ ശരണി, ഈ വക സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരാൾ. അയാൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ അയാളുടെ കഴിവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിലുപരി ഇതിൻ്റെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറൊക്കെ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. പക്ഷേ എന്നാലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ പറയാം, അജ്മൽ സാബു എന്നുള്ള സിനിമാറ്റോഗ്രാഫറാണ്. ഗിരീഷ് ഈടേക്ക് തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ആകാശ് ജോസഫ് എന്ന് പറഞ്ഞ വർഗീസ് എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ്. ഇതിൻ്റെ വളരെ മനോഹരമായിട്ട് ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തേക്കണം വിഷ്ണു വിജയ്. എടുത്തു പറയണം, ഇത്ര ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യാൻ നേരത്ത് അതിൽ എത്രത്തോളം മ്യൂസിക്കിന് പ്രാധാന്യം ഉണ്ടെന്ന് കാണിച്ചുന്ന ഒരാൾ കൂടിയാണ്. പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു, അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനില്ല. കാരണം 100% വിശ്വാസത്തോടെ നിങ്ങളോട് പറയണം. ഇനി ആക്ടേഴ്സിനെ പറ്റി, നിവിൻ പോളിനെ പറ്റി പറഞ്ഞാൽ ഞാൻ എന്താ ഇനി പറയേണ്ടത്? കാരണം പുള്ളി, വിനീത് ശ്രീനിവാസൻ പറയുന്നൊരു കാര്യമില്ലേ, പുള്ളി നിനക്ക് നിൻ്റെ കഴിവ് എന്താണെന്ന് പണ്ട് മോഹൻലാലിനോട് പറയുന്ന പോലെ, നിനക്ക് നിൻ്റെ കഴിവ് എന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയുന്ന പോലെ, അത് 100% സത്യമാണ്. പുള്ളിയുടെ ഓരോ മാനറിസങ്ങളും പുള്ളിയുടെ ഓരോ കോമഡിയും നമ്മളെത്രത്തോളം, നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ, വീട്ടിലൊരു ചേട്ടൻ എന്നുള്ള രീതിയിൽ നമുക്ക് നിവിൻ പോളിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞാടാൻ നേരത്ത്, അതും ഇതുപോലൊരു രസമുള്ളൊരു കഥ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വീട്ടിലുള്ളൊരു ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ വീട്ടിലുള്ളൊരു കുട്ടി മമിത ബൈജു, എനിക്ക് മമിത ബൈജുവിന് അത്ര വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടൊരു നടി കൂടിയായിട്ട് മാറിയുണ്ട് മമിത ബൈജു. പിന്നെ മമിത ബൈജുവിൻ്റെ കാര്യം പറയാൻ നേരത്ത്, നമ്മുടെ വിശ്വനാഥൻ ആൻഡ് സൺസിൽ സൂര്യ മമിത ബൈജുവിൻ്റെ ഒരു പ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നില്ലേ, അതേ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ വരുന്നത് സംഗീത് പ്രതാപാണ്. സംഗീത് പ്രതാപ് നിവിൻ പോളിയുടെ അനിയനായിട്ട് വരുന്ന വേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പണ്ട് വെട്ടുകിളി എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു ആക്ടറല്ലേ, ആ പഴയ ആക്ടർ പുള്ളി അച്ഛനായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വിനയ് ഫോർട്ടാണ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഇതുപോലുള്ള സിനിമകളിൽ പുള്ളി എങ്ങനത്തെ പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കണമെന്ന്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ നേരത്ത് നമുക്ക് ഈ ഒരു മമിതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഥ എഴുതുന്നത്, നിവിൻ പോളിനെയും മമിതേനെയും ജോഡിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഥ എഴുതുന്നത് എന്നുള്ളത് അത് തോന്നിപ്പോകും നമുക്ക്. കാരണം മമിതേനെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെയും നിർമ്മാതാക്കളുടെയും അല്ലെങ്കിൽ ഡയറക്ടർമാരുടെയും ആവശ്യമായി എന്ന് ഉള്ളൊരു തോന്നൽ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയിലെല്ലാവരും, സുരേഷ് കൃഷ്ണ നിവിൻ പോളിയുടെ കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്. അത് പുള്ളി വാ തുറന്ന ആ തിയേറ്ററിൽ ചിരിയാണ്. പിന്നെ കോ ആക്ടറായിട്ട് വേറൊരാൾ പ്രേമലൂലുള്ള ഒരു പയ്യനും വരുന്നുണ്ട്. പിന്നെ പ്രേമലൂലുള്ള ഗിരീഷയുടെ ടീമിലുള്ള മിക്ക ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ മീനാക്ഷി രവീന്ദ്രൻ വരുന്നുണ്ട്, സൃന്ദ വരുന്നുണ്ട്, ഇവരെല്ലാവരും കോ ആക്ടേഴ്സായിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ശ്യാം മോഹൻ വില്ലനായിട്ടാണ് ഇതിൽ വരുന്നത്. പുള്ളി മറ്റേ ഈ കാന്താര റെഫറൻസ് ഒക്കെ ഉണ്ട് ഒരു സീനിൽ, അത് സ്പോയിലറൊന്നും അല്ല, കാന്താര റെഫറൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല, കാരണം സിനിമ അത്രത്തോളം ഫീൽ തരുന്നൊരു സിനിമയാണ് ഇത്. ഈ സിനിമയിൽ കഥയെന്നല്ല, ഈ സിറ്റുവേഷണൽ കോമഡികളും സിറ്റുവേഷനുമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് നിങ്ങൾക്ക് കാണാനുള്ളൊരു മൂഡ് കൂടി ഈ കളഞ്ഞു പോകുന്നുള്ളതുകൊണ്ടൊന്നും പറയുന്നില്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് സിനിമയിൽ തോന്നിയെന്ന് ചോദിച്ചാൽ അത് തോന്നിയിട്ടില്ല. ഇനി നെഗറ്റീവുകളൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും, അങ്ങനെ അത് തോന്നി ഇത് തോന്നി എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയില്ല, കാരണം പൂർണ്ണ മനസ്സോടെ അത്ര സാറ്റിസ്ഫാക്ഷനിൽ ഇരുന്ന് കണ്ടൊരു സിനിമയാണ്. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഈ ഒരു സിനിമയിൽ തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂർ അങ്കമാലി കൊരട്ടി മഞ്ഞപ്ര സൈഡിലുള്ള ആളുകളുടെ ഒരു കഥ, നമുക്കറിയാം അങ്കമാലി ഡയറീസ് ലിജോ ജോസിൻ്റെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഗിരീഷ് ഏടി അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ ഒരു സൈഡിൽ നിന്ന് വന്ന, അപ്പോൾ ആ ഒരു സൈഡിലുള്ള കഥകൾ നമ്മൾ നിരന്തരം കണ്ടിപ്പോൾ ആ ഒരു സൈഡിനോട് ഭയങ്കര പ്രേമമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക്. കാരണം അവിടെയുള്ള പള്ളികൾ, അവിടെയുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, അങ്ങനെ ഒരു പണ്ട് കൊച്ചി സ്റ്റൈലായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്കമാലി തൃശ്ശൂർ സൈഡിലുള്ള കഥകൾ, അങ്ങനെ ഒരു രസം ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് സിനിമയെ പറ്റി. കൂടുതൽ വിശദീകരണങ്ങൾ, കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമ 100% കാണാൻ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി കാണാം.
അപ്പോൾ ഈ ഒരു ഓണമല്ല, ഈ ഒരു വർഷം നിവിൻ പോളി തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.